+1 അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ SSLC റീവാലുവേഷൻ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അവസാനം വരെ കാണേണ്ട ഒരു വീഡിയോ ആണ്. പല SSLC വിദ്യാർത്ഥികളും അത് SSLC പാസ്സായ വിദ്യാർത്ഥികൾ റീവാലുവേഷൻ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരിക്കലും നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ +1 അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ 3 ജൂൺ 3 മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ട് എന്തിരിക്കണം, നിങ്ങളുടെ +1 അലോട്ട്മെന്റ് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ അലോട്ട്മെന്റ് പ്രശ്നം പുറത്തായി പോകും. അപ്പോൾ പലരും ചോദിക്കും, സാറേ ഞാൻ റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ എന്താ ചെയ്യുക? ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് എപ്പം വന്നാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ഗ്രേഡ് കാർഡിലേക്ക് ആഡ് ചെയ്യും. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഫസ്റ്റ് അലോട്ട്മെന്റ് കുറച്ച് അനുബന്ധിച്ചിട്ടാണ് എന്ത് വന്നത്, റീവാലുവേഷൻ റിസൾട്ട് വന്നത്. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് എന്ത് ചെയ്യും, നിങ്ങളുടെ ഗ്രേഡ് കാർഡിലേക്ക് ആഡ് ആവും. നിങ്ങൾ മാനുവലി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ജൂൺ 3 നിങ്ങളുടെ +1 അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ്. വേഗം പോയിട്ട് അപ്ലൈ ചെയ്തോ. നിങ്ങളുടെ സമയം നിങ്ങൾ വൈകിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ ഇഷ്ടമുള്ള ഓർഡറിൽ കൃത്യമായ ഓർഡറിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോ. ജൂൺ 3 വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജൂൺ 1 മെയ് 30 31 മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് എന്ന് വന്നാലും അതിൻ്റെ ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗ്രേഡ് കാർഡിലേക്ക് ആഡ് ആവും. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.